ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഷെയ്ഡിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോഴും പലർക്കും ഷെയ്ഡിംഗ് എങ്ങനെ ചെയ്യേണ്ട രീതികളൊന്നും അറിയത്തില്ലാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വരച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. കണ്ണ് വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണിന് കൃഷ്ണമണി നമ്മൾ വരയ്ക്കുമ്പം കണ്ണിലെ ആ ഒരു കൃഷ്ണമണിയിൽ ചെറിയ ഒരു ഡോട്ട് പോലെ ഭാഗം ഉണ്ടാവും, അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് ഉണ്ടാവും. അപ്പം ആ ഒരു ഭാഗം കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അതേപടി തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പം ഏറ്റവും കൂടുതൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഭാഗം, അതുപോലെ വരയ്ക്കേണ്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തന്നെയാണ്. കണ്ണ്, ചുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ വരയ്ക്കുമ്പം തെറ്റിപ്പോകാണ്ട് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. കാരണം അതൊക്കെ തെറ്റിപ്പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വരയ്ക്കുന്ന ഫോട്ടോയിൽ ആ ഒരു ആളും നമ്മൾ വരയ്ക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് തോന്നും, അല്ലെങ്കിൽ വ്യത്യാസം വരും. നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ആളിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും. കണ്ണ്, മൂക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ലിപ്പ്, ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു ഡ്രോയിങ്ങിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും മിസ്സാക്കാണ്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതായത് വരയ്ക്കുന്ന അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത സമയത്ത് നോക്കിയപ്പം, അതായത് നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നും കാണിക്കാണ്ട് നോക്കിയപ്പോൾ തന്നെ 1 മണിക്കൂറിനടുത്ത് തന്നെ ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒരു ലാസ്റ്റ് കുറച്ച് ഭാഗത്തൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ടാണ് ഇപ്പം ഈ ഒരു ഇത്ര മിനിറ്റിലേക്ക് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് കയറുന്നത്. ഞാൻ 1 മണിക്കൂറൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ഇരുന്ന് കാണാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒന്ന് സ്പീഡപ്പ് ആക്കിയത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ഇടുന്ന അതേപോലെ തന്നെ കാണിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് എഡിറ്റിങ്ങിൽ കുറച്ചുകൂടെ സമയം വേണ്ടി വരും. കാരണം കുറച്ച് ലോങ് ആകുമ്പം കാര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കണമല്ലോ, പറയണമല്ലോ. അപ്പം അതോർത്തിട്ടും കൂടിയാണ് ഞാൻ കുറച്ചൊന്ന് ഷോർട്ടാക്കി എടുത്ത വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസ്, അതായത് എത്ര മിനിറ്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ അറിയിക്കുക. അതായത് ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾ ഫുള്ളായിട്ടിരുന്ന് കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ അരമണിക്കൂറൊക്കെ ആക്കി നമുക്ക് വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ താഴെ മതിയെങ്കിൽ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ഒക്കെ മതിയെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് സ്പീഡിൽ കാണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്കിലും ഞാൻ ഇതിനകത്ത് ഒരുപാട് സ്പീഡൊന്നും ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് വരയ്ക്കേണ്ട ഭാഗങ്ങൾ, അതായത് കണ്ണ്, അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നും കാണിച്ചിട്ടില്ല. ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഷെയ്ഡിങ്ങിന് കുറച്ച് ഭാഗങ്ങളും അതുപോലെ കുറച്ച് ബ്ലെൻഡ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാനൊന്ന് സ്പീഡിൽ കാണിച്ചേക്കുന്നത്. ഇങ്ങനെ നമ്മൾ പേപ്പർ സ്റ്റാമ്പ് എടുത്ത് ബ്ലെൻഡ് ചെയ്യുന്ന ആ ഭാഗങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ സ്പീഡിൽ കാണിക്കുന്നുള്ളൂ. ബാക്കി മെയിനായിട്ട് ഇപ്പോൾ കണ്ണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അഥവാ സ്പീഡിലാക്കിയാലും ഒരു മിനിമം സ്പീഡിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു സ്പീഡിൽ തന്നെ നമ്മൾ കാണിക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോയുടെ സമയത്തിൻ്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നീഡബിൾ ഇറേസർ ഉപയോഗിച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സാൻഡ് പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പെൻസിൽ ഷാർപ്പൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഡ്രോയിങ്ങിലും അതിനുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ കാണിച്ച ആ ഡ്രോയിങ് മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളത് പിന്നീട് ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളത് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ആ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇനിയാണെങ്കിൽ നമ്മൾ ഓരോ ഡ്രോയിങ് മെറ്റീരിയൽസ് വാങ്ങുമ്പം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ ആയിട്ട് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനൽ തന്നെ ചെയ്യുന്നതായിരിക്കും. ഞാൻ വരച്ച് തുടങ്ങുന്ന സമയത്ത് കൂടുതലായിട്ടും കണ്ണിൻ്റെ ആ ഒരു ഭാഗമായിരിക്കും വരച്ച് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന കാര്യം ഒന്ന് അറിയിക്കുക. കാരണം പലർക്കും പല രീതിക്ക് വരയ്ക്കുന്നതായിരിക്കും ഒരു ഇതുണ്ടാവുക. ചിലർക്ക് ഏറ്റവും അവസാനം കണ്ണ് വരയ്ക്കുന്നതായിരിക്കും ഓക്കെ ആവുക. ചിലർക്ക് ആദ്യം തന്നെ വരച്ച് തുടങ്ങിയാലോ ആ ഒരു പടത്തിന് മുമ്പോട്ട് വരയ്ക്കാനുള്ളൊരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പലരും പല രീതിക്കാരാണ്. അപ്പം പലർക്കും പല സ്റ്റൈലുണ്ടാവും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത്. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് വരച്ച് തുടങ്ങുന്ന കാര്യം അറിയിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം കണ്ണ് തന്നെ വരച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ആദ്യം തന്നെ വരച്ച് നോക്കി ആയി കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു എനർജി കിട്ടും. പിന്നെ പലരും എന്നോട് പറയുന്നൊരു കാര്യമാണ്, കണ്ണ് വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മൂക്ക് വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെന്നിങ്ങനെ കമൻറ്റ് ചെയ്ത് പറയാറുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ഭാഗങ്ങൾ തന്നെ കുറച്ച് നാളത്തേക്ക് വരച്ച് പഠിക്കാൻ പറയാറുണ്ട്. അതായത് നിങ്ങൾ ഫേസ് ഫുള്ളായിട്ട് ഒന്നിച്ച് വരയ്ക്കാണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏതാണോ അത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് വരച്ച് പഠിക്കുക എന്ന് പറയാറുണ്ട്. അങ്ങനെ വരച്ച് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ് കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നീട് ഫേസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആയിട്ട് ചെയ്യാനും പറ്റും. പിന്നെ പലരും ഡ്രോയിങ് പഠിച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഡ്രോയിങ്ങൊന്നും ശരിയാകത്തില്ല, മിസ്റ്റേക്കുകളുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് അല്ലെങ്കിൽ വരച്ചിട്ട് ശരിയാകുന്നില്ല എന്ന് ഓർത്തിട്ട് മനസ്സ് മടുത്ത് പലരും ഡ്രോയിങ് ഉപേക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ മടുത്ത് പോകാറുണ്ട്.
അപ്പം നമുക്ക് ഈ ഡ്രോയിങ് എന്ന് പറയുന്നത് 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടോ പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ വർഷങ്ങളോളം നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് വരച്ച് പഠിക്കേണ്ടതായിട്ട് വരും, പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും കയറി വരുന്നത്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡിലെടുത്തിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരിക്കുക, മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായും ഒരു ദിവസം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വരയ്ക്കുന്ന ആ ചിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ആ ദിവസത്തെ ആ ഒരു ഡേറ്റോ അല്ലെങ്കിൽ ആ ഒരു വർഷമോ നിങ്ങൾ എഴുതി വെക്കുക ആ ഒരു ഡ്രോയിങ്ങിൻ്റെ താഴെയായിട്ട്. എന്നിട്ട് മുമ്പോട്ട് വരച്ച് പോകുന്നതനുസരിച്ച് ഇപ്പം 2024 നിങ്ങൾ വരയ്ക്കുന്ന ചിത്രവും 2025 നിങ്ങൾ വരച്ച ചിത്രവും തമ്മിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ ഈ 2024 നവംബറിൽ ഒരു ചിത്രം വരച്ചിട്ട് നിങ്ങൾ പിന്നെ അടുത്ത 2025 നവംബറിൽ ചിത്രം വരയ്ക്കല്. നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ നിങ്ങൾ വരച്ച് പോകാനായിട്ട് ശ്രമിക്കുക. ഡെയിലി വരച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഈ വർഷം നിങ്ങൾ വരച്ചിട്ട് പിന്നെ അടുത്ത വർഷം ഈ ഒരു മാസം വരയ്ക്കാനല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും വരച്ചാലോ ആ ഒരു വ്യത്യാസം നിങ്ങൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. പലരും സമയമില്ല എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഡെയിലി വരയ്ക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന് സമയം കണ്ടെത്താനും പറ്റും, വരയ്ക്കാനും പറ്റും. എൻ്റെ പല ഡ്രോയിങ് വീഡിയോയിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയാറുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് വരയ്ക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കഴിവാണത്. ആ ഒരു രീതി തന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കഴിവ് നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു കഴിവിനെ ഉപേക്ഷിക്കല്ല്, അതെനിക്ക് പറയാനുള്ളൂ. നമ്മൾ പലരും ഞാൻ മിക്ക ആൾക്കാരുടെയും ഡ്രോയിങ് കണ്ടിട്ടുണ്ട്. പലരും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. എന്നെക്കാളും നല്ല രീതിയിൽ വരയ്ക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സമയത്തിൻ്റെ പ്രശ്നം കാരണം അല്ലെങ്കിൽ സമയമില്ല എന്ന് കരുതിയിട്ട് അത് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നതും. നിങ്ങളിൽ ആർക്കെങ്കിലും വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു കഴിവ് വിട്ട് കളയാണ്ട് മുറുകെ പിടിക്കുക. നല്ല രീതിക്ക് തന്നെ ഡ്രോയിങ് പഠിക്കാനും അതുപോലെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ശ്രമിച്ച് ആ ഒരു കഴിവിനെ വളർത്തിക്കൊണ്ട് വരിക. ഈ ഒരു കഴിവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ വിജയം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു കാര്യം സാധിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ.
അപ്പോൾ നമുക്കിനി വളരെ കുറച്ച് ഭാഗം കൊണ്ട് ഷെയ്ഡ് ചെയ്യാനുള്ളൂ. അപ്പം അത്രയും കഴിയുമ്പോൾ നമുക്ക് ഈ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ല്. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ ചാനൽ സജസ്റ്റ് ചെയ്യാനും മറക്കല്ല്. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഇതിലിടുന്ന വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും.